ഒരു വലിയ പാചക മത്സരം നടക്കുകയായിരുന്നു. ഒന്നാം സമ്മാനം $10 മില്യൺ ആയിരുന്നു. ഒരു ചേരിയിൽ നിന്ന് വന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനും അതിൽ പങ്കെടുത്തു. ഓട്ടോമാറ്റിക് സ്റ്റൗ എങ്ങനെ കത്തിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ആകെ പരിഭ്രമിച്ച അവൻ തന്റെ പാചകപുസ്തകം തന്നെ തീയിലിട്ട് അതിൽ ഭക്ഷണമുണ്ടാക്കി. അവന്റെ ഈ ബുദ്ധിയും ധൈര്യവും കണ്ട് വിധികർത്താക്കൾ അത്ഭുതപ്പെട്ട് അവനെ അടുത്ത റൗണ്ടിലേക്കെടുത്തു. അടുത്ത റൗണ്ടിൽ കൂട്ടുകാരന്റെ കൂടെ പുതിയൊരു വിഭവം ഉണ്ടാക്കുമ്പോൾ അവൻ ഒരൊറ്റ വിരൽ കൊണ്ട് രുചിച്ചു നോക്കി. സോസ് ചേർക്കണ്ട എന്ന് മനസ്സിലാക്കി. വീഴാൻ പോയ സോസ് കൈകൊണ്ട് തടഞ്ഞു. കൂട്ടാളി ദേഷ്യപ്പെട്ടെങ്കിലും വിധികർത്താക്കൾ വിഭവം രുചിച്ചപ്പോൾ ഒരുപാട് പ്രശംസിച്ചു. ടീം ഫൈനലിലേക്കെത്തി. വിധികർത്താക്കൾ പോകുമ്പോൾ അവൻ ബാക്കി വന്ന സാധനങ്ങൾ വെച്ച് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അത്താഴമുണ്ടാക്കുന്നത് കണ്ടു. അവരെയും ക്ഷണിച്ചു. അവന്റെ ലാളിത്യവും നല്ല ചിന്തയും എല്ലാവർക്കും ഇഷ്ടമായി. ഫൈനലിൽ നൂഡിൽസ് വെച്ചുള്ള വിഭവമായിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്. ആദ്യത്തെയാൾ പല നിറങ്ങളിലുള്ള നൂഡിൽസ് ഉണ്ടാക്കി. ജഡ്ജി, പിങ്ക് നൂഡിൽസിന്റെ രഹസ്യമെന്താണ്? അവൾ, ഞാൻ കുടിച്ച ഒരു ഡ്രിങ്കിന്റെ രുചിയാണതിന്. ജഡ്ജി അവളെ ഉടൻ പുറത്താക്കി. രണ്ടാമത്തെ ആളുടെ വിഭവത്തിൽ മുടി കണ്ടത് കാരണം അവളും പുറത്തായി. മൂന്നാമത്തെ ആളോട് ജഡ്ജി, നിങ്ങളുടെ വിഭവത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? അവൾ, ഒന്നുമില്ല, ഇത് അടിപൊളിയാണ്. ജഡ്ജിക്ക് ചോപ്സ്റ്റിക്കുകൾ കൊടുക്കാൻ അവൾ മറന്നു. അവളും പുറത്തായി. ചേരിയിലെ പയ്യൻ നൂഡിൽസിന് പകരം ബൺസാണ് ഉണ്ടാക്കിയത്. ജഡ്ജി, പക്ഷേ മത്സരം നൂഡിൽസിനായിരുന്നുവല്ലോ. പയ്യൻ ചിരിച്ചു. ഈ ബൺസും നൂഡിൽസ് വെച്ചുണ്ടാക്കിയതാണ് സർ. ജഡ്ജി അത്ഭുതത്തോടെ രുചിച്ചു. അതായിരുന്നു അദ്ദേഹം അന്നുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും രുചിയുള്ള ഭക്ഷണം.